അസ്സാം വലൈക്കും വറഹമത്തുള്ള അലഹമുല്ലാ വസ്സലാത്തു വസ്സലാം അല റസൂലില്ല വല ആലിഹി വാസുഹാബി അജ്മൈൻ അമ്മാബാദ്. നമ്മുടെ കുട്ടികൾക്ക് നമ്മളെ കൊണ്ട് കഴിയുന്ന രൂപത്തിലുള്ള സഹായങ്ങളും സഹകരണങ്ങളും സ്നേഹവും ഒക്കെ നമ്മൾ നൽകലുണ്ട്. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അധികം നമ്മൾ പണം ചെലവഴിക്കുന്നതും നമ്മൾ ഏറ്റവും അധികം ത്യാഗം അനുഭവിക്കുന്നതും നമ്മുടെ കുട്ടികളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയായിരിക്കാം. പക്ഷെ നമ്മൾ അങ്ങനെയൊക്കെ കുട്ടികളെ സ്നേഹിച്ചാലും ഒരു പക്ഷേ എനിക്ക് വേണ്ടതെല്ലാം എൻ്റെ മാതാപിതാക്കൾ തന്ന് എന്നെ എല്ലാ നിലക്കും പരിചരിച്ചു എന്നതാകുമോ അവർക്ക് ഭാവിയിൽ ഓർമ്മ ഉണ്ടാവുക. അതിലേറെ നമ്മൾ അതൊക്കെ നമ്മൾ സ്വാഭാവികമായി ചെയ്യും. അതിലേറെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അവരുടെ മനസ്സിനെ മുറിവേൽപ്പിക്കുന്ന, ഒരിക്കലും ജീവിതത്തിൽ മറന്നു പോകാൻ കഴിയാത്ത വിഷമങ്ങളും വേദനകളും അവർക്കുണ്ടാക്കാതിരിക്കാൻ രക്ഷിതാക്കൾ ബോധപൂർവ്വം ശ്രദ്ധിക്കണം. അപ്പോൾ അതെങ്ങനെ നമുക്ക് മനസ്സിലാവുക? നമ്മുടെ കുട്ടികൾക്ക് മാനസികമായി അവരെ വല്ലാതെ പീഡിപ്പിക്കപ്പെടുന്ന, വേദനിപ്പിക്കപ്പെടുന്ന, പ്രയാസപ്പെടുത്തപ്പെടുന്ന കാര്യങ്ങൾ എന്താണ് എന്ന് നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുക? അപ്പോൾ അതൊരു പക്ഷേ നമുക്ക് നമ്മുടെ കുട്ടിക്കാലം ചിന്തിച്ചാൽ അറിയാൻ പറ്റും. നമ്മൾ എന്തൊക്കെ കാര്യത്തിലാണ് ചെറുപ്പത്തിൽ വിഷമിച്ചത് എന്നൊരു പക്ഷേ നമ്മൾ ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാവും. അതല്ലാന്നുണ്ടെങ്കിൽ പൊതുവേ ഒരു കുട്ടി ആകുന്ന സമയത്ത് അനുഭവിച്ച കഷ്ടപ്പാടുകളെക്കുറിച്ച് ഭാവി ജീവിതത്തിൽ പലരും പറഞ്ഞിട്ടുള്ള പ്രസ്താവനകളും സംസാരങ്ങളും നമുക്ക് കേൾക്കാൻ പറ്റും. അതിലൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്താ പറയുക, ഉമ്മമാർ അടുത്തില്ലാതിരിക്കുക എന്നുള്ളത്. എൻ്റെ ഉമ്മ ചെറുപ്പകാലത്ത് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല, എനിക്ക് എൻ്റെ ഉമ്മൻ്റെ കൂടെ നിൽക്കാൻ പറ്റിയില്ല എന്ന് പല കുട്ടികളും പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇന്നിപ്പോൾ അതിൻ്റെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. അപ്പോൾ സത്യത്തിൽ അത് നമ്മുടെ കുട്ടികളുടെ മനസ്സിൽ ഭയങ്കരമായ ആഘാതമുണ്ടാക്കുന്നു, വിഷമമുണ്ടാക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ കഴിയുന്നതും നമ്മുടെ കുട്ടികൾ നമ്മളോടൊപ്പം ആവാൻ വേണ്ടി പരിശ്രമിക്കുക എന്നുള്ളതാണ് അതിലൊരു കാര്യം. അതുപോലെ തന്നെ ഉള്ളൊരു കാര്യമാണ് എന്താ പറയുക, ഈ ചെറുപ്പത്തിൽ കുട്ടികളെ നമ്മൾ ഈ വല്ലാതെ ഇരുത്തി പഠിപ്പിക്കും എന്ന് പറഞ്ഞാൽ സ്കൂളിലൊക്കെ അതിന് ചില പരിമിതികളുണ്ട്. ചില ഉമ്മാരൊക്കെ വന്നാൽ അവരെന്ത് ചെയ്യും, ഇരുത്തി അനങ്ങാൻ സമ്മതിക്കാതെ എന്ത് ചെയ്യും, ഒരു ഭാഗത്ത് ഇരുത്തിയിട്ട് അത് ചെയ്യ്, ഇത് ചെയ്യ്, ഇത് പഠിക്കുക, അത് പഠിക്കുക എന്ന് പറഞ്ഞ് എന്ത് ചെയ്യും, യാതൊരു സ്വൈരവും കൊടുക്കാതെ എന്നിട്ടത് പഠിയണില്ലെങ്കിൽ എന്ത് ചെയ്യും, ആകെ ചീത്ത പറയും, ആകെ ദേഷ്യപ്പെടും. സത്യത്തിൽ ഇത് കുട്ടികളെ മാനസികമായി വല്ലാതെ തളർത്തുന്നൊരു കാര്യമാണ്. നമ്മൾ കുട്ടികളെ വായിപ്പിക്കേണ്ടെന്നോ പഠിപ്പിക്കേണ്ടെന്നല്ല പറയണത്. പക്ഷെ അതൊക്കെ എന്ത് ചെയ്യണം, അവരുടെ കൂടെ നമ്മൾ ഇരുന്ന് തമാശകൾ പറഞ്ഞ് അവരുടെ പുസ്തകങ്ങൾ ചോദിച്ച് ഇതെന്താണെന്ന് ചോദിച്ച് അതെങ്ങനെയാണ് പഠിച്ചത്, ഇതെന്താണ് എന്നൊക്കെ നമ്മളെന്താണ് അവരുടെ കൂടെ ഒരു ഒരു കമ്പൈൻ സ്റ്റഡി എന്ന് പറയില്ലേ, ആ രൂപത്തിലാണ് ശരിക്കും അത് വേണ്ടത്. നമ്മളിപ്പോൾ രണ്ട് കുട്ടികൾ ഒരേ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ ഒന്നിച്ചിരുന്ന് പഠിക്കുമ്പോൾ എങ്ങനെയാണ് അവർ പഠിക്കുക? ഒരാളൊരാളെ പഠിപ്പിക്കലല്ലേ ചെയ്യുന്നത്. എന്ന രൂപത്തിൽ എന്ത് ചെയ്യണം, നമ്മൾ കൂടെ ഇരുന്നിട്ട് ആ വിഷയം എന്താ, ഈ വിഷയം എന്താണ്, ഈ പാഠം എന്താണ്, ഇതിലെന്താണ് പറഞ്ഞത് എന്ന് നമ്മൾ ചോദിച്ചിട്ട് എന്ത് ചെയ്യുക, അവിടെ ക്ലാസ്സിൽ ടീച്ചർ പറഞ്ഞത് നമ്മൾ റിമൈൻഡ് ചെയ്ത് അവർക്കതിന് നമുക്ക് പറയാവുന്ന വിശദീകരണങ്ങൾ കൊടുത്ത് നമ്മൾ മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. അവരെ കൊണ്ട് ചെയ്യിപ്പിച്ച് മുന്നോട്ട് പോകുക. അപ്പോൾ അത് സ്നേഹത്തോടു കൂടെയുള്ള ഒരു സഹവാസമായിട്ടാണ് അനുഭവപ്പെടുക. ഉമ്മ കൂടെ ഇരിക്കുന്നതിൻ്റെ ഒരു സന്തോഷം ഉണ്ടല്ലോ, അതാണ്. മറ്റെന്താ വെച്ചാൽ ഉമ്മ എന്നുള്ളത് ഒരു ഭീകര ജീവിയായിട്ടാണ് എന്ത് ചെയ്യുക, ആ സന്ദർഭത്തിൽ അവർക്ക് അനുഭവപ്പെടുക. അപ്പോൾ കുട്ടികൾക്ക് വളരെ മാനസിക വിഷമം ഉണ്ടാക്കണം. അതേപോലെ തന്നെ കുട്ടികൾ പലപ്പോഴും മുതിർന്നു വന്നാൽ പറയുന്ന മറ്റൊരു കാര്യമാണ് എന്താ പറയുക, ഈ വിവേചനങ്ങൾ പറയും. ആൺകുട്ടികൾക്ക് നന്നായി കൊടുത്തിരുന്നു, ഈ കുട്ടിയെ നന്നായി ഇഷ്ടപ്പെട്ടിരുന്നു, അവർക്ക് അങ്ങനെ കൊടുത്തിരുന്നു. സത്യത്തിൽ ഈ വിവേചനം കുട്ടികളെ വല്ലാതെ മാനസികമായി തളർത്തും. എന്ന് പറഞ്ഞാൽ ഒരു കുട്ടി ചെയ്യുന്നത് തന്നെ തൊട്ടടുത്ത കുട്ടിയും ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരവസ്ഥ. അങ്ങനെയല്ല നമ്മുടെ വീട്ടിലൊക്കെ സാധാരണ കുട്ടികൾ തമ്മിൽ കരയാൻ എന്തിനാണ്, ഒരു കുട്ടിക്ക് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അതന്നെ മറ്റേ കുട്ടിക്കും വേണം എന്നുള്ളതാണ്. പലപ്പോഴും എനിക്കും അതുപോലെ കിട്ടണം എന്നുള്ള ഒരു ആഗ്രഹം എല്ലാ സന്ദർഭത്തിലും ഉണ്ടാവും. അത് ഭക്ഷണമാണെങ്കിലും മറ്റ് കളിക്കോപ്പാണെങ്കിലും എന്ത് സാധനങ്ങളാണെങ്കിലും അങ്ങനെ ആയിരിക്കും. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു കുട്ടിക്ക് ഒരു സീസണലായിട്ടൊരു സാധനമാണ്, ഒരു കുട്ടി സ്കൂളിൽ പോകാൻ തുടങ്ങുമ്പോൾ അവനൊരു യൂണിഫോം വാങ്ങേണ്ടി വരും. അപ്പോൾ സാധാരണ എല്ലാവർക്കും വസ്ത്രം എടുക്കുന്നത് ഒന്നിച്ചായിരിക്കും. പക്ഷേ ഇവന് യൂണിഫോം എടുക്കുന്നത് ആ ഒരു സ്കൂൾ തുറക്കുന്ന സമയത്തായിരിക്കും. അപ്പോൾ അവന് വസ്ത്രം കിട്ടി, നമ്മൾക്ക് കിട്ടിയില്ല എന്നൊരു മാനസികാവസ്ഥ മറ്റു കുട്ടികൾക്ക് ഉണ്ടാവും. അപ്പം അതിനെ ബാലൻസ് ചെയ്യാവുന്ന എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ ചെയ്തില്ലെങ്കിൽ അത് മാനസികമായി അവരെ ഭയങ്കരമായിട്ട് തളർത്തിക്കളയും. അപ്പോൾ നമ്മൾ ഒരു കുട്ടിയുടെ മനസ്സിനെ വിഷമിപ്പിക്കുന്നത് അത് ഏത് കാലത്തും അവർ ഓർക്കും, ഏത് പ്രായത്തിലും അവർ മറക്കാതെ കൊണ്ടു നടക്കും. അത് നമ്മളോടുള്ള ഒരു വെറുപ്പിനും ഉള്ളൊരു കാരണമായിത്തീരും ചെയ്യും. അതുകൊണ്ട് ചെറുപ്പകാലങ്ങളിൽ കുട്ടികളെ മനസ്സിനെ വേദനിപ്പിക്കാതിരിക്കുക എന്നുള്ളത് അവർക്ക് എന്ത് കൊടുത്തു, അവരെങ്ങനെ നോക്കി, എത്രമാത്രം ചെലവഴിച്ചു എന്നതിലുപരി അവരെ മനസ്സിന് ആഘാതമുണ്ടാക്കുന്ന കാര്യങ്ങൾ രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവാതിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്.